അധ്യായം 27. ദാവീദ് ചിന്തിച്ചു, ഞാനൊരു ദിവസം സാവൂളിന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരും. ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതല്ലേ എനിക്ക് നല്ലത്? അപ്പോൾ സാവൂൾ ഇസ്രായേൽ അതിർത്തികളിൽ എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ദാവീദ് 600 അനുചരന്മാരോടൊത്ത് ഗത്തിലെ രാജാവും മാവോക്കിന്റെ മകനുമായ അക്കീഷിന്റെ അടുത്തേക്ക് പോയി. അവർ കുടുംബസമേതം ഗത്തിൽ അക്കീഷിനോടൊപ്പം വസിച്ചു. ദാവീദിനോട് കൂടെ അവന്റെ ഭാര്യമാരായ ജസ്രേൽക്കാരി അഹിനോവാമും നാബാലിന്റെ വിധവ കാർമലിലെ അബിഗായിലും ഉണ്ടായിരുന്നു. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയെന്ന് സാവൂളിന് അറിവ് കിട്ടി. പിന്നെ സാവൂൾ അവനെ അന്വേഷിച്ചില്ല. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, അങ്ങേക്ക് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ നാട്ടിൻ പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം തരിക, ഞാൻ അവിടെ താമസിച്ചു കൊള്ളാം. ഈ ദാസൻ എന്തിന് ഈ രാജകീയ നഗരത്തിൽ അങ്ങയോടൊത്ത് താമസിക്കുന്നു? അക്കീഷ് അന്ന് തന്നെ സിക്ലാഗ് പ്രദേശം അവന് കൊടുത്തു. അതിനാൽ സിക്ലാഗ് ഇന്നും യൂദാ രാജാക്കന്മാർക്കുള്ളതാണ്. ദാവീദ് 1 വർഷവും 4 മാസവും ഫിലിസ്ത്യ ദേശത്ത് വസിച്ചു. തേലാം മുതൽ ഈജിപ്തിലേക്കുള്ള വഴിയിൽ ഷൂർ വരെയുള്ള പ്രദേശത്ത് വസിച്ചിരുന്ന ഗഷൂര്യരെയും ഗ്രിസ്യരെയും അമലേക്കിരെയും അവൻ അനുയായികളോടൊത്ത് ആക്രമിച്ചു. ദാവീദ് ആ ദേശം ആക്രമിച്ച് നശിപ്പിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും വധിച്ചു. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ അപഹരിച്ച് അക്കീഷിന്റെ അടുക്കൽ മടങ്ങി വന്നു. നീ ഇന്ന് ആരെയാണ് ആക്രമിച്ചത് എന്ന് അക്കീഷ് ചോദിക്കുമ്പോൾ, യൂദായ്ക്ക് തെക്ക്, അല്ലെങ്കിൽ ജറാമില്യർക്ക് തെക്ക്, അതുമല്ലെങ്കിൽ കേന്യർക്ക് തെക്ക് എന്നൊക്കെ ദാവീദ് മറുപടി പറയുമായിരുന്നു. ദാവീദിന്റെ പ്രവൃത്തി ആരെങ്കിലും ഗത്തിൽ അറിയിക്കുമെന്ന് ഭയന്ന് അവൻ സ്ത്രീകളെയോ പുരുഷന്മാരെയോ ജീവനോടെ വിട്ടില്ല. ഫിലിസ്ത്യരുടെ നാട്ടിൽ വസിച്ചിരുന്ന കാലം അത്രയും അവൻ ഇങ്ങനെ ചെയ്തു പോന്നു. അക്കീഷാകട്ടെ ദാവീദിനെ വിശ്വസിച്ചു. സ്വജനമായ ഇസ്രായേലിയരുടെ കഠിനമായ വെറുപ്പിന് സ്വയം പാത്രമായതിനാൽ അവൻ എന്നും തന്റെ ദാസനായിരിക്കുമെന്ന് അക്കീഷ് കരുതി.